അവധിക്കാലം ആഘോഷിക്കാൻ സന്തോഷവും പ്രതീക്ഷകളുമായി യാത്ര തിരിച്ച നമ്മുടെ 9 സഹോദരങ്ങൾ 9 അധ്യാപകർക്കാണ് ഇന്നലെ വാൽപ്പാറയിൽ അന്ത്യം സംഭവിച്ചത്. വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ 13-ാം ഹെയർപിന്നിൽ നിന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട ട്രക്ക് 9-ാം ഹെയർപിന്നിലേക്ക് പതിക്കുകയായിരുന്നു. തലനാരിഴയ്ക്ക് ജീവൻ തിരികെ കിട്ടിയ 4 പേർ ആശുപത്രിയിലാണ്. അവരുണരുമ്പോൾ കൂടെ സഞ്ചരിച്ചിരുന്ന, കൂടെ കാഴ്ചകൾ കണ്ട, കൂടെ തമാശകൾ പറഞ്ഞ, കൂടെ ഉല്ലസിച്ചിരുന്ന ആ 9 പേർ ജീവൻ വിടിഞ്ഞുവെന്ന സത്യം എങ്ങനെ ഉൾക്കൊള്ളുമെന്നോർത്ത് നെഞ്ചു പിടയുകയാണ് ഓരോ മലയാളിയും. ജീവിതം ഒരു മലമുകളിലെ ഖട്ട് റോഡ് പോലെയാണ്. നിറയെ മനോഹരമായ വളവുകളും അപ്രതീക്ഷിതമായ തിരിവുകളും. ചിലപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെടുന്ന നിമിഷങ്ങളും ഉണ്ടാവും. എല്ലാ കാഴ്ചകളും കണ്ടിരിക്കുമ്പോൾ കാഴ്ചകൾ എല്ലാം കണ്ട് പൂർത്തിയായി എന്ന മട്ടിൽ ഒരു യാത്ര. ഇന്നലെ വാൽപ്പാറയിൽ സംഭവിച്ചതുപോലെ സന്തോഷകരമായ യാത്രയിൽ പോലും ഒരു നിമിഷാർത്ഥത്തിൽ ജീവിതം മാറി പറയാം. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും ഏറ്റവും മനോഹരമായി ജീവിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമല്ലേ നമുക്ക് പറയാൻ കഴിയും. പ്രിയപ്പെട്ടവരോട് സ്നേഹം പങ്കുവയ്ക്കുക. പറഞ്ഞു തീരാതെ പോയ എത്രയോ കഥകൾ അവർക്ക് ബാക്കിയുണ്ടാവും. ചിരിച്ചു തീരാതെ പോയ എത്രയോ തമാശകൾ അവർക്കൊപ്പമുണ്ടാവും. അതിനിടയിലാണ് ദുരന്തം ക്ഷണിക്കാത്തൊരു കൊമാളിയെപ്പോലെ അവർക്കൊപ്പം വന്നു കയറിയത്. വേദനിപ്പിക്കുന്ന കാഴ്ചകളിലേക്ക് തന്നെയാണ് ഇന്നത്തെ വാർത്താപ്രഭാതത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് ആദ്യം പോകാനുള്ളത്. കണ്ണീരായി അവരുടെ ഉറ്റവരെ നമുക്ക് ചേർത്ത് പിടിക്കണം. ആ വേദനയിൽ നമുക്ക് പങ്കുചേരണം.